ഓം നമഃ ശിവായ. 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 എല്ലാ ദേശവാസികളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു 100 വർഷത്തിനപ്പുറം ഇവിടെ ഒരു നവീകരണം പുനഃപ്രതിഷ്ഠ നടന്നതായിട്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളിലും അറിവില്ല. നമ്മളെല്ലാവരും കൂടി അഷ്ടമംഗല പ്രശ്നം നടത്തി അതിൻ്റെ ഭാഗത്ത് തെളിഞ്ഞതാണ് പുനഃപ്രതിഷ്ഠ നടത്തുക എന്നുള്ളത്. അത് നമ്മളതിന് ഡേറ്റ് എടുത്തുള്ളത് മാർച്ച് 26 മുതൽ ഏപ്രിൽ 5 വരെയാണ്. അതിൽ ഏപ്രിൽ 2-ാം തീയതി മീനമാസത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് നമ്മുടെ പ്രതിഷ്ഠാ ദിനം വരുന്നത്. ഏപ്രിൽ 5-ാം തീയതി നട തുറപ്പ് മഹോത്സവം നടക്കുന്നത്. അതിനൊരു ഭാരിച്ച ചെലവുണ്ട്. അതിൻ്റെ ഒരു ധനസമാഹരണത്തിൻ്റെ തുടക്കം കുറിക്കാനാണ് ഇന്നിപ്പോൾ തുടക്കം കുറിച്ചുകൊണ്ട് തന്ത്രിമുഖ വഴി നമ്മൾ രുദ്രധാര നടത്തി, ശേഷം പൂജ നടത്തി. ആദ്യ സംഭാവന സ്വീകരണ ചടങ്ങ് നടത്താനായിട്ട് നമ്മളെല്ലാവരും ആരാധ്യനായ MP കേന്ദ്ര സഹമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി അവറുകൾ ഇവിടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ചടങ്ങിലേക്ക് ഇനി കടക്കാം. ഒരാൾ ഇനിയുണ്ടല്ലോ ഇറങ്ങിക്കൂടാ ചേച്ചിയുടെ മകനും കൂടി കോയം കൊടുത്ത പ്രാന്ത് വരെ പോത്തൂട്ടിന് പോയില്ലേ? പോത്തൂട്ടിന് അതിൻ്റെ ഒരു പോത്തൂട്ടിൻ്റെ ഫല തരാൻ പാടില്ല.
ചേച്ചി ഒരാൾ തിരിച്ചോളൂ. ഇതിലേറെ സന്തോഷകരമായ വേറൊരു വസ്തുതയും കൂടി ഉണ്ട്. നമ്മുടെ തന്ത്രി തിരുമേനി കുറച്ച് നാൾ മുന്നേ ഒരു തുക നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഇവിടെ വെച്ചിട്ട് നമ്മൾ വളരെയധികം സന്തോഷത്തോടും അഭിമാനം നിർവഹിക്കുക വെച്ചു. കോയനുണ്ട്. വളരെ സന്തോഷം. അത് ആദ്യം വന്ന് നമുക്ക് ചിലത് അപ്രാപ്യമായ സാധാരണ വരുന്നുണ്ട്. യഥോവാദോ നിവർത്തമുണ്ട്. ചിലത് വാക്കുകളെ കൊണ്ട് നിവർത്തിക്കാൻ കഴിയാത്ത ചില വാക്കുകളുണ്ട്. അത് നമ്മൾ മനസ്സുകൊണ്ട് കാണാൻ നോക്കി. വാക്കുകളെ കൊണ്ട് അത് അപ്രാപ്യമാണ്. യഥോവാദോ നിവർത്തമുണ്ട്, അപ്രാപ്യമുണ്ട്. അവസാനം അത് അപ്രാപ്യമായിരിക്കുന്ന വാക്കുകളെ കൊണ്ട് പോലും നിവൃത്തീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സുകൊണ്ട് കണ്ട് നോക്കില്ല അല്ലേ? അപ്പോൾ തന്നെ എത്ര കാലം മുമ്പ് യാഗം മുതൽക്ക് 2006 2005 യാഗത്തിൻ്റെ ഇത് മുതൽക്ക് ഒരു ഇത് നമുക്കുണ്ടായില്ല. അതിനുശേഷം ഇങ്ങനെ എന്താ പറയുക, കാലങ്ങളിങ്ങനെ മാറിഞ്ഞ് പല വിധത്തിൽ സംഗതി. ഇപ്പോൾ അദ്ദേഹം മകൻ്റെ ഒരു തുറവൊക്കെ ഉണ്ട്.